ഉണ്ടാക്കാൻ പോണത് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോ ഇട്ടിട്ടില്ല എന്നുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി, നല്ല ജ്യൂസി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാം, വളരെയധികം എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കേക്കാണ്. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും ബീറ്റർ ഇല്ലാത്തവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഡെക്കറേഷൻ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡെക്കറേഷനുമാണ്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇട്ടാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റിയാണ്, നല്ലൊരു കളറും കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചിന്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ് കേട്ടോ. ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ 6 ഇഞ്ച് എടുക്കാം. മിക്സി വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 5 ഇഞ്ചോ അല്ലെങ്കിൽ 5.5 ഇഞ്ചോ ട്രേ എടുക്കാം. അപ്പോൾ അതൊന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് മൈദ ഒന്ന് തൂകിയതിന് ശേഷം ഒന്ന് തട്ടി കൊടുത്തിരുന്നാൽ മതി. തട്ടി അങ്ങ് മൈദ മുഴുവനായിട്ട് അങ്ങ് കളഞ്ഞിരുന്നാൽ മതി. നമുക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മുട്ട ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഇപ്പം മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് മിക്സിയുടെ ജാറിലാണെങ്കിലും ഈ ബൗളിലാണെങ്കിലും ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. പലർക്കും മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറയാറുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം അങ്ങനെ ഒട്ടും സ്മെല്ലില്ലാത്ത ഒരു കേക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീരാണ്, ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഒട്ടും തന്നെ ഉണ്ടാവില്ല നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ മിക്സിയിലാണെങ്കിൽ ഇതുപോലെ തന്നെ മിക്സിയിൽ ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. ഇനി നമുക്കിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ അങ്ങ് അടിച്ചെടുത്തിരുന്നാൽ മതി. ഒരു 45 സെക്കൻഡ് ഒക്കെ ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട്. ആദ്യം ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം അതൊക്കെ ഒന്ന് 3rd സ്പീഡിലേക്ക് മാറ്റിയിരുന്നാൽ മതി. മൊത്തത്തിൽ ഒരു 45 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിക്സിയിലും 45 സെക്കൻഡ് നന്നായിട്ട് നല്ല ഹൈയിലിട്ടിട്ട് വേണം മിക്സിയിലാണെങ്കിൽ അടിക്കാനായിട്ട്. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എപ്പോഴും എനിക്കൊരു കൺഫ്യൂഷനാണ്, ബീറ്റർ എടുക്കണോ മിക്സി എടുക്കണോ. രണ്ടും എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് ഞാൻ അവസാനം ഇപ്രാവശ്യം ബീറ്റർ എടുത്തത്. കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി മിക്സിയിൽ അല്ലാണ്ട് ബീറ്ററിലൊന്ന് ചെയ്ത് കാണിക്കുന്നു, അതുകൊണ്ടാട്ടോ ബീറ്ററിൽ ചെയ്തത്. മിക്സിയിൽ ചെയ്യുന്നവർ ഒട്ടും വിഷമിക്കേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും. നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിക്സിയിലാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് മുതൽ ഒരു 1.25 മിനിറ്റ് വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതും ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് ആക്കിയിട്ട്, ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3rd സ്പീഡ് വരെ മതി കേട്ടോ, അങ്ങ് അടിച്ചെടുക്കാം. പിന്നെ വോൾട്ടേജ് കുറവൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ട് അടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ്, 1/4 കപ്പ് ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അതോടെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അതിപ്പം ഹൈ സ്പീഡിലിടണ്ട, ലോ സ്പീഡിലിട്ടിട്ട് അടിച്ചാൽ മതി. ഓയിൽ ഞാനിപ്പോൾ ഒഴിച്ചത് ഒലീവ് ഓയിലാണ്. ഒന്നുകിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഏത് വേണേലും എടുക്കാം. ഇപ്പം ഓയിൽ ഒഴിച്ചിട്ട് ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് അടിച്ചിട്ടുണ്ട്, അത് മതി. മിക്സിയിൽ അടിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പരുവം വരെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമ്മൾ പൊടി ഇടുന്നതൊക്കെ ബൗളിലേക്ക് ആക്കിയിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പം ഇങ്ങനെ വെക്കുമ്പോഴും ആ ബീറ്ററിൽ നിന്ന് ബാറ്റർ ഇങ്ങനെ വീഴുന്നുണ്ട്, ലിക്വിഡായിട്ട് തന്നെ വീഴുന്നുണ്ട്. ഈ ഒരു പരുവമാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദയില്ലേ, അതിൻ്റെ ആ കൂട്ടങ്ങ് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. മൈദ എല്ലാം ഇട്ടിട്ടുണ്ട്, വേണ്ട ഇപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, ഇത് മതി. ഇനി മുട്ട വേണമെങ്കിൽ ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ വിനീഗർ ഒഴിക്കുന്നില്ല കേട്ടോ, നമ്മൾ ആദ്യം നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ടല്ലോ, അത് മതി. നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. എയർ ബബിൾസ് പോവാനാണ് കേട്ടോ ടാപ്പ് ചെയ്യുന്നത്. നമുക്കിത് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഒന്നുമില്ല, സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്, അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ട്രേ ചെറുതായതുകൊണ്ട് ഞാനൊരു അടപ്പ് വെച്ചിട്ടുണ്ട്, സ്റ്റീലിൻ്റെ അടപ്പോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ അടപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒരു 10 മിനിറ്റ് ആയിട്ട് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാത്രം ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലാട്ടോ വെച്ചിട്ടുള്ളത്. നമുക്ക് ട്രേ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പം കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല കേക്കിൻ്റെ സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയാണ്, കറക്റ്റായിട്ട് ആയിട്ടുണ്ട്, കാണുമ്പോൾ അറിയാം. എന്നാലും നമ്മൾ ആ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ഒന്നും പറ്റി പിടിച്ചിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ടായിട്ടുണ്ട്. ഇനി നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം.
നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സാധാരണ പോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം, ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പാണ്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഇതിലിപ്പം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പലരും ചോദിച്ച സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബീറ്റർ വെച്ചിട്ടാണ് ഇന്ന് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ലെയറൊക്കെ ചെയ്തെടുക്കാവുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം തന്നെ നല്ല ഹൈറ്റുള്ള നല്ല ഭംഗിയുള്ള കേക്കാണ്. നല്ലൊരു കളറാണ് നമ്മൾ മിൽക്ക് പൗഡറൊക്കെ ചേർക്കുമ്പോഴത്തേക്കും. നമുക്കതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷുഗർ സിറപ്പും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചൊന്ന് സോക്ക് ചെയ്യാം. സോക്ക് ചെയ്ത് ഒരുപാട് സമയം വെക്കരുത്. സെറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ മാത്രമേ ഇതൊക്കെ ചെയ്യാവുള്ളൂ. എല്ലാം റെഡി ആയതിനു ശേഷം മാത്രം ചെയ്താൽ മതി. നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കേക്ക് ലെയറിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രീം കുറച്ച് എടുത്താക്കിയിട്ടുണ്ട്. അത് നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു പ്ലേറ്റിലാണെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അതിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് ആ ഒരു കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഹോം മെയ്ഡ് ടേൺ ടേബിളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോക്കോ ചിപ്സ് ആണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ആണ്. ഇല്ലെങ്കിലും നമ്മുടെ വൈറ്റ് കോമ്പൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുത്താലും മതി, ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. പക്ഷേ പീസസ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ചോക്കോ ചിപ്സ് ഇടുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ മിൽക്കി ബാർ ഉണ്ടല്ലോ, ചോക്ലേറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നാലും മതി. അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. സിറപ്പ് ഒഴിച്ചു, ക്രീം തേച്ച് കൊടുക്കുകയാണ്, ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഷുഗർ സിറപ്പ് മുഴുവനും ഈ കേക്കിൽ ഒഴിക്കണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സൈഡിലും അങ്ങ് ക്രീമാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പം വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ നമുക്ക് ക്രീം എടുത്തിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ എല്ലായിടത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ആ സ്ക്രേപ്പർ വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ചെയ്യുന്നത് പലരും പറയാറുണ്ട്, ചിലർക്ക് അത്രയും അങ്ങോട്ട് പെർഫെക്റ്റ് ആവുന്നില്ല. അതൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ ചെയ്ത് തന്നെ ശരിയാവും കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചെറിയ ചെറിയ കേക്കുകൾ ഉണ്ടാക്കി ഒന്ന് പഠിച്ചാൽ മതി. 1/2 കിലോ വരുന്ന, ഇതിപ്പോൾ ഒരു 1/2 കിലോ വരുന്ന കേക്കാണ്. ആ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങോട് കൂടി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന് പക്ഷേ അത്രയ്ക്ക് വലിയ ഫിനിഷിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വൈറ്റ് ഫോറസ്റ്റ് കേക്കല്ലേ. പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡിസൈനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇത് മുഴുവനൊന്നും വേണ്ട, കുറച്ച് മാത്രം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പുറമെ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ അത് ഭയങ്കര കുഴഞ്ഞിട്ട് എല്ലാം കൂടെ നമുക്ക് ആ ഒരു സെപ്പറേറ്റ് വലിയ വലിയ പീസസ് ആയിട്ടാണ് കിട്ടുക. ചെറിയ ചെറിയ പൊടിയായിട്ട് കിട്ടണം എന്നാണെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. കയ്യിലൊന്നും അത്ര പെട്ടെന്ന് പറ്റി പിടിക്കത്തില്ല. അപ്പോൾ അതാ കുറച്ച് വൈറ്റ് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പൊടിയായിട്ട് കിട്ടിയില്ല. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ സൈഡിലോട്ടായിട്ട് ഇതങ്ങ് എടുത്തിട്ട് കൊടുക്കാം. ഒന്നുകിൽ നമുക്കിതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ച് തന്നെ പതുക്കെ പതുക്കെ അങ്ങ് സൈഡിൽ ആക്കി കൊടുത്താൽ മതി. എക്സ്ട്രാ നിൽക്കുന്നത് അങ്ങ് തട്ടിയിട്ട് കൊടുത്താൽ മതി. ആദ്യമേ കുറേ ഗ്രേറ്റ് ചെയ്ത് വെക്കണ്ട കേട്ടോ. കുറച്ച് ആവശ്യത്തിനുള്ളത് ഗ്രേറ്റ് ചെയ്താൽ മതി. എടുത്ത് ഇച്ചിരി കൂടുതലായിട്ട് ഒരു 70 ഗ്രാമൊക്കെ മതിയാകുമായിരിക്കും. അങ്ങനെ സൈഡിലാക്കിയതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ട് പതുക്കെ ഒന്ന് എല്ലായിടത്തോട്ടും അങ്ങ് മുകളിലോട്ട് അങ്ങ് പൊക്കി അങ്ങ് സൈഡ് ഫുള്ളായിട്ട് അങ്ങ് ആക്കി കൊടുക്കുക. അത് മതി. ഇനി നമുക്ക് ഇത് ഈ ഒരു നോസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിംഗ് ബാഗിൽ നോസിൽ വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ച് ക്രീം ബാക്കിയുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ബാഗിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുമില്ല, ഒരു ചെറിയൊരു ഡിസൈൻ ഇങ്ങനെ സൈഡിൽ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഡെക്കറേഷനാണ് കേട്ടോ.
അതിന് വേണ്ടിയിട്ട് OHP ഷീറ്റാണ് എടുത്തത്. നല്ല കട്ടിയുള്ള ഒരു ഷീറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഗ്ലേസിങ്ങോട് കൂടി ആ ഒരു ഡിസൈൻ കിട്ടും. അതിലേക്ക് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. ഒന്നുകിൽ മൈക്രോവേവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പല വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ബേക്കിംഗ് ക്ലാസ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് കുറേ സമയം വെക്കുകയും ചെയ്യരുത്. കുറച്ചാക്കിയിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. ഒരുപാടങ്ങ് മെൽറ്റ് ആവണമെന്നില്ല, ഇത്രയും അങ്ങ് ആയിരുന്നാൽ മതി. എന്നിട്ട് അത് എല്ലായിടത്തും അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ഒരു സ്പൂൺ വെച്ച് അങ്ങ് സ്പ്രെഡാക്കിയാൽ മതി. ഒരുപാടങ്ങ് തിന്നാക്കണ്ട കേട്ടോ, നമ്മൾ എടുക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒരു കട്ടിയിലാണ് ആക്കുന്നത്. നമ്മൾ പതുക്കെ ആ ഷീറ്റ് എടുത്ത് ഒന്ന് തട്ടി കൊടുക്കണം. തട്ടി കൊടുക്കുമ്പോഴത്തേക്ക് അതെല്ലായിടത്തും ഒരു ഈവൺ ആയിട്ട് അങ്ങ് സ്പ്രെഡ് ആയിക്കോളും. പിന്നെ എയർ ബബിൾസ് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഇനി അതവിടെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ഒന്ന് പുറത്ത് വെക്കുമ്പോഴത്തേക്കും അതൊന്ന് കുറച്ചൊന്ന് സെറ്റായി കിട്ടും. സെറ്റായി കിട്ടുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഒരുപാട് തിക്കായി പോവരുത്, അതിന് മുമ്പ് നമുക്ക് കട്ട് ചെയ്യണം. ഒരുപാട് തിക്കായാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കത്തി വെച്ച് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുക്കാം. ചെറിയൊരു വീതിയിൽ നമ്മളങ്ങ് ഒരേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാനേ. അപ്പം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള ആ ഒരു മുകളിലത്തെ ആ കോർണർ പിടിച്ച് താഴോട്ടാക്കിയിട്ട് അവിടെ ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അതേപോലെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള താഴത്തെ ആ കോർണർ എടുത്ത് മുകളിലോട്ടും ആക്കിയിട്ട് ആ മുകൾ ഭാഗത്തോട്ടായിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെക്കുവാണേ. ഇത് ഫുള്ളായിട്ട് അങ്ങ് റോൾ ചെയ്യണ്ട. റോൾ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് എല്ലാം കഷ്ണമായി പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അങ്ങനെ അവിടെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഞാനൊന്നൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. നമുക്ക് ആ സെല്ലോ ടേപ്പ് അങ്ങ് അഴിച്ചു കൊടുക്കാം. പതുക്കെ ഇതിനെടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ചോക്ലേറ്റ് അല്ലേ, പെട്ടെന്ന് പൊട്ടിപ്പോവും. കാരണം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് എടുക്കാം. നമ്മൾ പതുക്കെ അങ്ങ് എടുക്കുമ്പോൾ തന്നെ അങ്ങ് സൈഡൊക്കെ അങ്ങ് പൊട്ടിയൊക്കെ അങ്ങ് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് എപ്പോഴും ഒരേ സൈസിൽ കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ. ചിലപ്പം കുറച്ചൊക്കെ പൊട്ടിപ്പോവും, ചിലപ്പോൾ നല്ലതായിട്ട് നല്ല നീളത്തിലൊക്കെ തന്നെ കിട്ടും. അത് നമുക്ക് പതുക്കെ ഒന്ന് അടർത്തി കൊടുക്കാം. ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കട്ടായിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ ഇച്ചിരി അങ്ങ് ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഞാനത് കുറച്ച് കൂടുതലാക്കിയത് കാരണം എടുക്കുന്ന സമയത്ത് ചിലപ്പം ഏതൊക്കെ കഷ്ണങ്ങൾ കുറച്ച് നല്ല നീളത്തിൽ നല്ല ഭംഗിയിൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവിലെടുത്തത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. അതും അടുത്തതും അതുപോലെ ഒന്ന് ഒരുമിച്ച് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ കൊച്ചു കേക്കാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സൂക്ഷിച്ച് ചെയ്യണം. വളരെ എന്താ പറയുക, നല്ല സ്നേഹത്തോടെ മയത്തിൽ പിടിച്ചൊക്കെ ഇളക്കിയെടുക്കണം. വേണ്ടത് ഇത്രയും പീസസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് നല്ല ചെയ്യുമ്പോൾ എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് അതുപോലെ അങ്ങ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളതിൽ ഒരു പീസ് എടുത്ത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് തന്നെ നല്ല പീസ് നോക്കിയിട്ടെടുത്ത് ആദ്യം വെച്ച് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് കുത്തി അങ്ങ് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കുത്തി അങ്ങ് ഇറക്കി കൊടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, അത് വെച്ച് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. അതേപോലെ അടുത്ത് കുറച്ചുകൂടെ ചെറുത് എടുത്തിട്ടുണ്ട്. ചെറുതില്ലാന്നുണ്ടെങ്കിൽ സൈഡ് അങ്ങ് പതുക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അങ്ങനെ ചെറിയ ഇതായിട്ട് ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 3 ചെറിയും കൂടെ വെച്ച് കൊടുക്കാം സൈഡിലായിട്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അടിപൊളി, നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു പ്രത്യേക ലുക്കുണ്ട് കാണാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ സൈഡിൽ ഗോൾഡൻ ബോൾസോ അല്ലാന്നുണ്ടെങ്കിൽ സ്പ്രിങ്കിൾസോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും അതും കൂടി ഇടുമ്പോൾ ഒരു എലിഗൻറ്റ് ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അടിപൊളി അല്ലേ, ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. ആർക്കും ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 1/2 കിലോ വരുന്ന 1/2 കിലോ അല്ല, 1/2 കിലോയ്ക്കും കുറച്ചുകൂടെ കൂടുതൽ വരും. ഒരു 700 ഗ്രാമൊക്കെ ഉണ്ടാവും. ഞാൻ പക്ഷേ 1/2 കിലോ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നത് ഈ ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും കൊടുക്കാൻ താല്പര്യമില്ല, 1/2 കിലോ തന്നെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ താല്പര്യമെങ്കിൽ ആ ഒരു കേക്കിൻ്റെ ലെയർ കട്ട് ചെയ്യുമ്പം അടിഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി സൈഡും വേണമെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഒന്ന് കുറച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. എന്തിനു വെറുതെ നമ്മൾ കൊടുക്കുമ്പോൾ നല്ലോണം കൊടുക്കല്ലേ നല്ലത്.
ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് നാളെ കട്ട് ചെയ്യാം. കാരണം നാളെ ആകുമ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് സെറ്റായി ടേസ്റ്റ് ഒക്കെ കൂടി വരിക. അപ്പോൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ഇപ്പം തന്നെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഇതിപ്പോൾ രാത്രിയായി, അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം പിറ്റേ ദിവസം ആയിട്ടുണ്ട്, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഒരു പ്രശ്നമില്ല കേട്ടോ. അത് കുറച്ച് സമയം പുറത്ത് വെച്ചു എന്ന് കരുതിയിട്ടൊന്നും ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷന് ഒരു പ്രശ്നവും വന്നിട്ടില്ല. കാരണം അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത്. പലർക്കും ഒരു പ്രശ്നം പറയുന്നത് ചോക്ലേറ്റ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും പൊടിഞ്ഞു പോകുന്നു പെട്ടെന്ന്. അപ്പോൾ കുറച്ച് തിക്നെസ്സോട് കൂടി ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയമായി ഇത് പുറത്തിരിക്കുന്നത്, എന്നിട്ടൊന്നും ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടോ കത്തി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ എടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു ചെറി ഇവിടെ ഇരിക്കട്ടെ, കാണാനൊരു ഭംഗിയല്ലേ ചെറി കാണുമ്പോൾ. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ്. എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ്, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ്. മിക്സിയിലൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ. ഇച്ചിരി ആ ഒരു ഫ്ലഫിനെസ് കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു പ്രശ്നവുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു ചോക്കോ ചിപ്സ് ഇട്ടതുകൊണ്ട് അത് കടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ ക്രിസ്മസ് വരെയല്ലേ, അപ്പം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് വേറെ ഉണ്ടോ എന്ന് തന്നെ തോന്നിപ്പോവും. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.